ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവ്മെന്റ് മലയാളത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ജ്യോതിർമയി, കുഞ്ചാക്കോ ബോബൻ എന്നിവരെല്ലാം കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അമൽ നീരദ് സംവിധാനം ചെയ്ത ബോഗൈൻവില്ല എന്ന ചിത്രം കണ്ടതിനു ശേഷം എനിക്ക് അതിൽ നിന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയുടെ നിങ്ങളുമായി ഷെയർ ചെയ്യാനായി പോകുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഈ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കുക. കണ്ടതിന് ശേഷം മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഇനി പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സ്പോയിലർ ആയിരിക്കും. സോ നമുക്ക് കുട്ടി സമയം കളയണ്ട, നേരെ വീട്ടിലേക്ക് വരാം. ചിത്രത്തിന്റെ തുടക്കത്തിൽ ഋതുവും റോയിയുമായി കാറിൽ വരുന്ന സമയത്തുള്ള ആ ആക്സിഡന്റ് കാണിക്കുന്നുണ്ട്. ചിത്രത്തിൽ പിന്നീട് രണ്ട് ഭാഗത്തും ഈ ആക്സിഡന്റ് തന്നെ കാണിക്കുന്നുണ്ട്. ഇങ്ങനെ പിന്നീട് രണ്ട് ഭാഗത്ത് കാണിച്ച സമയത്ത് ആ ആക്സിഡന്റ് നടക്കുമ്പോൾ ഋതു കരയുന്നത് പോലെയെല്ലാം കാണാം. എന്നാൽ തുടക്കത്തിൽ കാണിക്കുന്ന സമയത്ത് ഋതു പൂർണ്ണമായിട്ടും ഉറങ്ങുന്നതായിട്ടാണ് കാണിച്ചിരുന്നത്. ഇതിന് കാരണമെന്ന് പറയുന്നത് പിന്നീട് രണ്ട് ഭാഗങ്ങൾ കാണിച്ച സമയത്ത് അവിടെയെല്ലാം ഋതുവിന് റോയ് പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഋതു മനസ്സിൽ സങ്കല്പിക്കുന്ന കാര്യങ്ങളാണ്. ആ ബുക്ക് വായിക്കുന്ന സമയത്ത് നമുക്ക് ഒരു ആക്സിഡന്റ് സംഭവിച്ചിരുന്നുവെന്നും അതിലൂടെയാണ് നിന്റെ ഓർമ്മ പോയതെന്നും റോയ് എഴുതി വെച്ച കാര്യങ്ങളിലൂടെയാണ് ഋതു മനസ്സിലാക്കുന്നത്. സോ അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് അവർ രണ്ടും സന്തോഷത്തോടു കൂടി വന്നിരുന്നപ്പോഴോ മറ്റോ ആക്സിഡന്റ് ഉണ്ടായെന്നും അതുകൊണ്ടാണ് ഋതു ബോധത്തോടെ കരയുന്നതായും കാണിച്ചിരുന്നത്. എന്നാൽ സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യമായിരുന്നു. ഋതുവിനെ റോയ് ബോധം കെടുത്തിയാണ് അപ്പോൾ കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. അതാണ് ആ ആക്സിഡന്റ് നടക്കുന്ന സമയത്ത് ഋതു കരയുന്നതായിട്ടൊന്നും കാണിക്കാതെ ഉറങ്ങുന്നതായി തന്നെ കാണിച്ചിരുന്നത്. ആക്സിഡന്റ് നടന്നപ്പോഴുള്ള ആ ഇടിയുടെ ആഘാതത്തിൽ കാർ തെറിച്ചു പോകുന്നതായും ആ സമയത്ത് കാറിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ സ്ലോ മോഷനിൽ നമ്മളെ കാണിക്കുന്നുണ്ട്. സോ ആ സമയം നോക്കുകയാണെങ്കിൽ അവിടെ ചെറിയൊരു ബ്രഷ് പോലെയുള്ള കാര്യം തെറിച്ചു പോകുന്നതായി കാണാം. അത് കണ്ടിട്ട് മേക്കപ്പിനും മറ്റും ഉപയോഗിക്കുന്ന ബ്രഷ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. സോ ആക്സിഡന്റിന് ശേഷം പ്രസന്റ് ടൈമിലുള്ള ഋതുവിനെ കാണിക്കുമ്പോൾ മേക്കപ്പിലൊന്നും ശ്രദ്ധിക്കുന്നില്ല, മുടിയൊന്നും വെട്ടുന്നില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് കാണിക്കുന്നത്. എന്നാൽ അതിന് മുന്നേ ഉള്ള സമയത്ത് ഋതു ഇത്തരം കാര്യങ്ങളിൽ ഒരുപാട് ശ്രദ്ധിച്ചിരുന്നുവെന്നും അന്ന് റോയ് ഋതുവിനെ പിടിച്ചുകൊണ്ടു പോകുന്ന സമയത്ത് ഋതുവിന്റെ ബാഗിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടായിരുന്നുവെന്നും സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാകാം ഇതിവിടെ കൊണ്ടുവന്നത്. കൂടാതെ അവിടെ തന്നെ കാർ ഇങ്ങനെ മറിയുന്ന സമയത്ത് ഡ്രിങ്ക് ക്യാനുകൾ കറങ്ങിപ്പോകുന്നതായും കാണിക്കുന്നുണ്ട്. ആ രണ്ട് ക്യാനുകളും കാലിയാണെന്നും അതിൽ നിന്ന് പുറത്തേക്ക് ഡ്രിങ്ക് ഒന്നും വരുന്നില്ല എന്നുമാണ് കാണിക്കുന്നത്. സോ ഒരുപക്ഷെ ഇതുപോലെ ഡ്രിങ്ക് കൊടുത്തുകൊണ്ടായിരിക്കാം ആ സമയത്ത് റോയ് അന്ന് തന്റെ കൂടെ വരുന്ന കാറിൽ കയറിയിരുന്ന പെൺകുട്ടികളെ ബോധം കെടുത്തിയിരുന്നത്. അടുത്തത്, എന്തുകൊണ്ടാണ് ചിത്രത്തിന് ബോഗൈൻവില്ല എന്ന പേര് തന്നെ സെലക്ട് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. നോവലിലാണെങ്കിലും ഈ ബോഗൈൻവില്ല പൂക്കളെ കുറിച്ച് ഒരുപാട് പറയുന്നുണ്ട്. എന്നാൽ നോവലിന്റെ പേര് റൂത്തിന്റെ ലോകം എന്നാണ്. അവിടെ ഋതു എന്ന ക്യാരക്ടറിന് പകരം റൂത്താണ് വരുന്നത്. സോ നോവലിലാണെങ്കിലും സിനിമയിലാണെങ്കിലും ഈ ബോഗൈൻവില്ല ചെടികൾക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് മറ്റു പൂക്കളിൽ നിന്നും വ്യത്യാസമായി ഈ ബോഗൈൻവില്ല പൂക്കൾ കാണാനെല്ലാം രസമാണെങ്കിലും അതിന്റെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് ഒരുപാട് മുള്ളുകൾ ചെടിയിൽ ഉള്ളതായി നമുക്ക് കാണാം. ഇത്തരം മുള്ളുകൾ തന്നെ നമുക്ക് റോസാ ചെടികളിലും മറ്റും കാണുന്നതുമാണ്. എന്നാൽ റോസയിൽ നിന്നും ബോഗൈൻവില്ലയെ വ്യത്യസ്തമാക്കുന്ന പ്രധാന കാര്യം റോസാ പൂക്കൾക്ക് ഒരു ചെറിയ സുഗന്ധമെങ്കിലുമുണ്ട്. എന്നാൽ ബോഗൈൻവില്ല പൂക്കൾക്ക് സുഗന്ധമൊന്നുമില്ല, വെറും കടലാസ് ചെടികൾ എന്നാണ് അതിനെ പറയുന്നത്. സോ റോയ് എന്ന ക്യാരക്ടറിനെ നോക്കിയാലും ആ ക്യാരക്ടറും പുറമേ നോക്കുന്ന സമയത്ത് വളരെ മനോഹരമാണ്, ഭാര്യയെ ഒരുപാട് കെയർ ചെയ്യുന്നു, സത്യസന്ധനായിട്ടുള്ള ഡോക്ടറാണ് എന്നെല്ലാം കാണിക്കുന്നുണ്ടെങ്കിലും അടുത്തേക്ക് ചെല്ലുന്ന സമയത്താണ് അയാളുടെ ക്രൂരതകൾ നമ്മൾ കാണുന്നത്. കൂടാതെ അയാളിലും ഈ പുറമേ കാണുന്ന ഗുണങ്ങൾ മാത്രമേ ഉള്ളൂ, സത്യത്തിൽ അയാൾ നല്ലവനല്ല എന്നെല്ലാമാണ് കാണിക്കുന്നത്. സോ ഇതുകൊണ്ടാകാം അതുമായി കണക്ട് ചെയ്തു വരുന്ന ബോഗൈൻവില്ല പൂക്കളെ തന്നെ സെലക്ട് ചെയ്തിരിക്കുന്നത്. കൂടാതെ ബോഗൈൻവില്ല പൂക്കൾ ഒരുപാട് നിറങ്ങളിൽ വരുന്നുണ്ടെങ്കിലും റോയിയുടെ വയലൻസിനെ സൂചിപ്പിക്കുന്നത് പോലെയുള്ള ചുവന്ന നിറത്തിലുള്ള ബോഗൈൻവില്ല പൂക്കൾ തന്നെയാണ് ഋതു വരയ്ക്കുന്നതായി ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. സിനിമയുടെ തുടക്കത്തിലെല്ലാം റോയ്ക്കും ഋതുവിനും റയാൻ, എമ എന്നീ രണ്ട് കുട്ടികളുള്ളതായി കാണിക്കുന്നുണ്ട്. എന്നാൽ പിന്നീട് ആ കുട്ടികളെല്ലാം ഋതുവിന്റെ വെറും തോന്നലാണെന്നും തങ്ങൾക്ക് രണ്ട് മിസ്കാരേജ് ഉണ്ടായെന്നും അതിൽ പിന്നെയാണ് ഋതു ഇങ്ങനെയുള്ള തോന്നലുകൾ ഉണ്ടാക്കിയെടുത്തതെന്നെല്ലാം റോയ് പോലീസിനോടും മറ്റും പറയുന്നുണ്ട്. സോ ചിത്രത്തിൽ എടുത്ത് കാണിച്ചിട്ടില്ലെങ്കിലും എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്, അതായത് റോയിയുടെ ഈ ക്രൂര സ്വഭാവമെല്ലാം വെച്ചുകൊണ്ട് ഋതുവിന് സംഭവിച്ചിട്ടുള്ള ഈ മിസ്കാരേജ് നോർമലായി നടന്നിട്ടുള്ള കാര്യമാകില്ല എന്നും ഋതുവിനെ കൂടെ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിലും അതൊരു മറയായിട്ട് മാത്രമാണെന്നും ഭാര്യയായിട്ടൊന്നും റോയ് കണ്ടിട്ടില്ല എന്നുമുള്ളത് കൊണ്ട് ഋതുവിന് സംഭവിച്ചിട്ടുള്ള ആ മിസ്കാരേജ് എന്ന് പറയുന്നത് മിക്കവാറും ഋതു ഗർഭിണിയാകുന്ന സമയത്ത് റോയ് മനഃപൂർവ്വം അബോർഷൻ നടത്തി കളഞ്ഞതാകാനും ചാൻസ് ഉണ്ട്. മറ്റൊന്ന്, ഋതു ദിവസവും രാവിലെ എണ്ണീച്ചതിന് ശേഷം തന്റെ കാര്യങ്ങൾ ഓർത്തെടുക്കാനായി അവിടെ ഇരിക്കുന്ന ഒരു ബുക്ക് വായിക്കുന്നതായി കാണിക്കുന്നുണ്ട്. സോ ഈ ബുക്കിന്റെ പേര് നോക്കുകയാണെങ്കിൽ തായ്വേര് എന്നാണ്. സോ ഇങ്ങനെ തായ്വേര് എന്ന പേര് തന്നെ കൊടുത്തത് ചിത്രത്തിന്റെ പേരുമായി കണക്ട് ചെയ്തു വരുന്ന ബോഗൈൻവില്ല പൂക്കൾ അല്ലെങ്കിൽ ചെടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിന്റെ അടിസ്ഥാനത്തെ കുറിച്ചുള്ള പേര് തന്നെയാണ്.
അടുത്തത് റോയ് എന്ന ക്യാരക്ടർ ഒരിക്കൽ ഒരു കസേരയിൽ ഇരുന്നുകൊണ്ട് ബുക്ക് വായിക്കുന്നതായി കാണാം. ആ ബുക്കിന്റെ പേരായി കാണിക്കുന്നത് ഇക്കിഗായ് എന്നാണ്. ഇക്കിഗായ് എന്ന് പറയുന്നത് ജപ്പാൻ ഭാഷയിൽ നിലനിൽപ്പിനായുള്ള കാരണം, എങ്ങനെ സന്തോഷത്തോടുകൂടി ഒരു സന്തോഷകരമായ ജീവിതം എങ്ങനെ വർഷങ്ങളോളം കൊണ്ടുപോകാം എന്നെല്ലാമാണ് ഇതിലൂടെ പറയുന്നത്. സോ ഇവിടെ റോയ് ഈ ഇക്കിഗായ് അഥവാ നിലനിൽപ്പ് എന്ന അർത്ഥമുള്ള ബുക്ക് തന്നെ വായിക്കുന്നതായി കാണിച്ചിരുന്നത് റോയും ഒരുപാട് പ്രശ്നങ്ങളെല്ലാം ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ക്രൈംസ് എല്ലാം ചെയ്തതിന് ശേഷവും ഇത്രയും കാലം 8 വർഷത്തിന് മുകളിലായി ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടും ആരും തന്നെ പിടിക്കുന്നില്ല, തന്റെ നിലനിൽപ്പിന് യാതൊരു കുഴപ്പവും വന്നിട്ടില്ല എന്നുള്ള രീതിയിലെല്ലാം കാണിക്കുന്നത് കൊണ്ടാകാം. ഋതുവിനെ റോയുടെ കയ്യിലേക്ക് കിട്ടുന്ന ദിവസം തന്നെ ഋതുവിന് ആക്സിഡന്റ് സംഭവിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ആ സമയത്ത് ഋതുവിന് ഒരുപാട് മുടി ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് ഓപ്പറേഷനും മറ്റുമായി മുടി വെട്ടേണ്ടതായിട്ടും മറ്റും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ വീടുകൾ കാണിക്കുമ്പോൾ അവിടെ വെച്ചിരിക്കുന്ന കൂടുതൽ ഫോട്ടോകളിലും മുടി ഇങ്ങനെ പറ്റ വെട്ടിയിരിക്കുന്ന സ്റ്റൈലിലുള്ളതാണ്. അതിനിടയിൽ കാണിച്ചിരിക്കുന്ന ഒരു ഫോട്ടോയിൽ പിന്നീട് മുടി വളർന്നു വന്നതിന് ശേഷം ഡോക്ടറെ മുന്നിലിരിക്കുമ്പോഴുള്ള ആ അവസ്ഥയിലുള്ളതാണെന്നും കാണാം. ഋതുവിനെ റോയ്സ് ഓർഫണേജിൽ വെച്ച് കണ്ട് ഇഷ്ടപ്പെട്ടാണ് വിവാഹം കഴിച്ചതെന്ന് പറയുന്നുണ്ട്. ഈ ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് നോവലിൽ പറയുന്നുണ്ട്. ഇവർ തമ്മിൽ പരസ്പരം എങ്ങനെയാണ് കണ്ടുമുട്ടിയത്, പ്രണയത്തിലായത് എന്നുള്ള കാര്യങ്ങളെല്ലാം നോവലിൽ കൂടുതലായി പറയുന്നുണ്ട്. സിനിമയിൽ പറയാത്ത ഒരുപാട് നല്ല കാര്യങ്ങൾ, പ്രത്യേകിച്ച് ക്ലൈമാക്സിലെയും ഫ്ലാഷ് ബാക്ക് സീനിലെയും കാര്യങ്ങളെല്ലാം നോവലിൽ വന്നിട്ടുണ്ട്. ആ കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഒരു പ്രത്യേകം വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, പറ്റുമെങ്കിൽ കാണാൻ ശ്രമിക്കുക. സോ നമുക്ക് പോയിന്റിലേക്ക് വരാം. അതായത് ഋതുവിനെ റോയ്സ് ഓർഫനേജിൽ വെച്ച് കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്നാൽ ഇവിടെ കാണിച്ചിരിക്കുന്ന ഫോട്ടോകളെല്ലാം, ഇവരുടെ വീട്ടിലുള്ള ഫോട്ടോകളിലെല്ലാം തന്നെ ആക്സിഡന്റിന് ശേഷമുള്ള ഫോട്ടോകൾ മാത്രമാണ്. എന്നാൽ ആക്സിഡന്റിന് മുന്നേയുള്ള, അല്ലെങ്കിൽ ഇവർ വിവാഹം കഴിക്കുന്ന ഫോട്ടോയോ വിവാഹത്തിന് മുന്നേ പ്രണയിച്ച് നടന്നപ്പോഴുള്ള ഫോട്ടോയോ അങ്ങനെ ഒന്നും തന്നെ ഇവരുടെ വീട്ടിലില്ല. സോ അങ്ങനെ ചിന്തിക്കുകയായിരുന്നെങ്കിൽ, പോലീസിന് മറ്റും അത്തരത്തിൽ ചിന്തിച്ച് അത്തരം ഫോട്ടോകൾ എന്തുകൊണ്ട് ഇല്ല എന്ന് ചിന്തിക്കുക ായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ റോയ്സിലേക്ക് നേരത്തെ തന്നെ സംശയം കൊണ്ടുവരാൻ സാധിച്ചേനെ. ഋതു വീട്ടിലെ ഓരോ മുറികളുടെയും മുന്നിലായി പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട്. കാര്യം ആ മുറികൾ ആരുടേതാണെന്നെല്ലാം ഓർത്തെടുക്കുന്നത് പോലെ. എന്നാൽ ഇത് മാത്രമല്ല, ഋതു അടുക്കളയിൽ നിൽക്കുന്ന സീനുകളിൽ അവിടെയുള്ള എല്ലാ കാര്യങ്ങളിലും പഞ്ചസാര, മഞ്ഞപ്പൊടി ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുടെ കുപ്പികളിലും പേരുകൾ എഴുതി വെച്ചിരിക്കുന്നതായി കാണാം. സോ ആ കാര്യങ്ങൾ പോലും തിരിച്ചറിയാനാകാത്ത ആളാണ് ഋതു എന്ന് ഇത്തരം കാര്യങ്ങളിലൂടെ ഡീറ്റെയിൽ ചെയ്യുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് ഋതു തായ്വേരി എന്ന ബുക്കിന്റെ ബാക്കിയുള്ള പേജുകൾ മറിച്ച് നോക്കുന്നതായി കാണാം. സോ വളരെ വേഗത്തിൽ ആ പേജുകൾ മറിച്ച് പോകുന്നതായിട്ടാണ് കാണിക്കുന്നതെങ്കിലും ആ പേജുകളിലെ കാര്യങ്ങൾ വായിച്ചു നോക്കുകയാണെങ്കിൽ അതിന് മുന്നേ നടന്നിട്ടുള്ള ദിവസങ്ങളിലെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയി എഴുതി വെച്ചിരിക്കുന്നതായി കാണാം. രമ മുടി മുറിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞതിനെ പറ്റിയും, കള്ളന്മാരുടെ ശല്യത്തെക്കുറിച്ച് റോയിയോട് പറഞ്ഞതിനെ പറ്റിയും, CCTV വെക്കാമെന്ന് റോയി പറഞ്ഞതിനെ പറ്റിയും, ഇങ്ങനെ അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്നതായി കാണാം. സിനിമയിൽ ഒരുപാട് ഭാഗത്ത് ഡോളി ഇഫക്റ്റ് അല്ലെങ്കിൽ വെർട്ടിഗോ ഇഫക്റ്റ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഫോക്കസ് ചെയ്തിരിക്കുന്ന സെന്ററിലുള്ള വസ്തു അവിടെ തന്നെ നിൽക്കുന്നതായും ബാക്ക്ഗ്രൗണ്ടിലുള്ള കാര്യങ്ങൾ ഒന്നില്ലെങ്കിൽ പുറകിലേക്ക് പോകുന്നതായും അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് അടുത്തേക്ക് വരുന്നതായും കാണിക്കുന്നുണ്ട്. സോ ഈ കാര്യങ്ങൾ ചിത്രത്തിൽ ആ ഒരു സീനുമായി വളരെ ആപ്റ്റ് ആകുന്ന രീതിയിൽ വളരെ മനോഹരമായി തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഋതുവിന്റെ ഓർമ്മകൾ പോകുന്ന സമയത്ത് ഋതുവിനെ സ്റ്റഡിയാക്കി വെച്ചുകൊണ്ട് ബാക്കിയുള്ള ബാക്ക്ഗ്രൗണ്ട് എല്ലാം പുറകിലേക്ക് പോകുന്നതായും, നേരെ ഓപ്പോസിറ്റായി ഋതുവിന് ഓർമ്മകൾ തിരിച്ചു വരുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിലുള്ള കാര്യങ്ങൾ ഋതുവിന്റെ അടുത്തേക്ക് വരുന്നതായിട്ടുമാണ് കാണിക്കുന്നത്. പിള്ളേരെന്തേ? അവര് സ്കൂളിൽ പോയോ? അവര് പോയല്ലോ. സൗണ്ട് സോ ഇതിലൂടെ ഋതുവിന്റെ ഓർമ്മകൾ പോകുന്ന സമയത്ത് ഋതുവിൽ നിന്നും മറ്റുള്ള കാര്യങ്ങളെല്ലാം അകന്നു പോകുന്നതായും ഓർമ്മ വരുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും തന്നിലേക്ക് അടുത്തു വരുന്നു എന്നുമാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇതിൽ തന്നെ അവസാന ആ ഫൈറ്റിന്റെ ഇടയ്ക്ക് മീരയും റോയും ഋതുവിന്റെ അടുത്ത് ആ ഗണ്ണിനായും മറ്റും തർക്കിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇത്തരത്തിൽ ഋതുവിൽ നിന്നുള്ള ഓർമ്മകൾ പോകുന്നതായും അടുത്ത സെക്കൻഡിൽ അത് തിരിച്ചു വരുന്നതായും 2 ഷോട്ടിലൂടെ മനോഹരമായി കാണിച്ചിട്ടുണ്ട്. എന്നെ നമ്മുടെ മക്കളെ കൊല്ലാമെന്ന് ഛായ എന്ന പെൺകുട്ടിയെ കാണാതായി എന്ന് പറയുന്നത് നവംബർ മാസം 7-ാം തീയതിയാണ്. ഇതിനുശേഷം ഡിസംബർ മാസം വരെ സിനിമയുടെ കഥ പോകുന്നതായി കാണിക്കുന്നുണ്ട്. സോ ഇതിനിടയിൽ മീന എന്ന ക്യാരക്ടറിന്റെ ഇൻട്രൊഡക്ഷൻ സീൻ കാണിക്കുന്ന സമയത്ത് ഇങ്ങനെ ഡിസംബർ മാസത്തിൽ വരാനിരിക്കുന്ന ക്രിസ്മസിനെ സൂചിപ്പിക്കുന്നത് പോലെ ആ വീട്ടിൽ ക്രിസ്മസ് സ്റ്റാർ ഇട്ടിരിക്കുന്നതായി കാണാം. സിനിമയുടെ കഥ നമ്മളെ വഴിതെറ്റിക്കുന്ന രീതിയിലാണ് പലപ്പോഴും കൊണ്ടുപോയിരുന്നത്. ആദ്യം രമയാണ് ആ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയത് എന്ന് തോന്നിപ്പിക്കുന്നു, പിന്നീട് അത് ഋതുവാണെന്ന് കാണിക്കുന്നു, എന്നാൽ അവസാനം എത്തുമ്പോൾ ഇതൊന്നുമല്ല റോയ് ആണെന്ന് കാണിക്കുന്നു. സോ ഇങ്ങനെ സിനിമയ്ക്കിടയിൽ ഇവർ നമ്മളെ വഴിതെറ്റിക്കുന്ന രീതിയിൽ ഉപയോഗിച്ചിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു സീനിനെ കുറിച്ച് പറയാം.
അതായത് സിനിമയുടെ ഇടയ്ക്ക് വെച്ചിട്ടാണ് ഋതുവിന് കാർ ഓടിക്കാൻ അറിയാമായിരുന്നു എന്ന് നമ്മളെ കാണിക്കുന്നത്. ഇതിന് ശേഷം വരുന്ന ഒരു സീനിലാണ് ഋതു ചായയുമായി ആ കാറിന്റെ അടുത്തേക്ക് നടന്നു വരുന്നതായി കാണിക്കുന്നത്. സോ അങ്ങനെ ഋതുവും ചായയുമായി കടന്നു വരുന്നതായി കാണിക്കുന്നത് കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിന്റെ വശത്തേക്കാണ്. സോ ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് കുറച്ച് മുന്നേ ഋതുവിന് കാർ ഓടിക്കാൻ അറിയാമായിരുന്നു എന്ന് നമ്മളെ കാണിച്ചത് കൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ചിന്തിക്കുന്നത് ഋതു കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിന്റെ അടുത്തേക്ക് ചായയെ കൊണ്ടുവന്ന് കാറിലേക്ക് തള്ളിയിട്ട് ഋതു തന്നെ കാർ ഓടിച്ചു പോയി എന്നാണ്. സോ അവിടെ വെച്ച് നമ്മളെ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുകയും പിന്നീട് മാത്രമാണ് ചിത്രത്തിന്റെ അവസാനം എത്തുമ്പോഴാണ് ആ ഡ്രൈവിംഗ് സീറ്റിന്റെ അടുത്ത് റോയ് ഉണ്ടായിരുന്നു എന്ന് നമ്മളെ കാണിക്കുന്നതും. സോ ചിത്രത്തിൽ ഒരുപാട് ഭാഗത്ത് നമ്മളെ വഴിതെറ്റിക്കുന്ന പല കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഡയറക്ടർ വളരെ മനോഹരമായി ഉപയോഗിച്ചിട്ടുള്ള ഒരു സീനായിട്ടാണ് ഇതിലെനിക്ക് തോന്നിയത്. സിനിമയിൽ റോയ് 13 പേരോളം കൊന്നിട്ടുണ്ട് എന്നാണ് ചിത്രത്തിന്റെ അവസാനം പറയുന്നത്. എന്നാൽ 3 പേരുടെ മുഖങ്ങൾ മാത്രമേ നമ്മളെ എഴുത്ത് തന്നെ കാണിച്ചിട്ടുള്ളൂ. എന്നാൽ ചിത്രത്തിൽ മറ്റൊരു ഭാഗത്ത് മീര ഋതുവിന്റെ അടുത്ത് നമുക്ക് നാളെ ഫാം ഹൗസിലേക്ക് പോകാം എന്ന് പറഞ്ഞ കാര്യം ഋതു കുറിപ്പായി എഴുതി വെച്ച് അത് വായിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഋതുവിന്റെ മനസ്സിലേക്ക് ആ ഫാം ഹൗസിന്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന കുളത്തിലേക്ക് ആരോ വീഴുന്നതായും അവിടെ നിന്ന് ഉയർന്നു വരുന്നതായും കാണിക്കുന്നുണ്ട്. സോ അങ്ങനെ കാണിക്കുന്ന സമയത്ത് 3 ഷോട്ടിലായി 3 പേരുടെ മുഖങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. അവസാനം കാണിക്കുന്നത് ഋതുവിന്റെ മുഖവും അതിനു മുന്നേ ഉള്ളതായി മീരയുടെ മുഖവും അതിനു മുന്നേ ഉള്ളതായി മറ്റൊരു പെൺകുട്ടിയുടെ മുഖവുമാണ് കാണിക്കുന്നത്. സോ ഇവിടെ ആദ്യം കാണിക്കുന്ന ഈ പെൺകുട്ടി സിനിമയിൽ എവിടെയും കാണിച്ചിട്ടില്ലാത്ത നേരത്തെ കാണിച്ചിട്ടുള്ള ആ 3 പെൺകുട്ടികളല്ല എന്ന് നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ കാണിക്കുന്നത് പോലീസ് അവസാനം പറഞ്ഞതുപോലെയുള്ള 13 പെൺകുട്ടികളിൽ ഉള്ള ഏതെങ്കിലും ഒരു പെണ്ണാകാം. കൂടാതെ ആ പെൺകുട്ടിയുടെ കാതിൽ കിടക്കുന്ന കമ്മലും കഴുത്തിലെ മാലയും ആ വേഷവും എല്ലാം വെച്ചുകൊണ്ട് അത് ഇവരുടെ ഫാമിലി ജോലിക്ക് ചെയ്യുന്ന ആ സ്ത്രീയെ പോലെ, ആ സ്ത്രീയല്ല, പകരം ആ ഫാമിന്റെ പരിസരത്ത് താമസിക്കുന്ന മറ്റു 3 പെൺകുട്ടികളെ പോലെ മോഡൽ പെൺകുട്ടി അല്ലാത്ത സാധാ ഏതൊരു പെൺകുട്ടിയാണെന്ന് മനസ്സിലാക്കാം. ഇവരെ എല്ലാം ഇങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് ഋതുവിനെ ഫാം ഹൗസിലേക്ക് കൊണ്ടുവന്നത് കൊണ്ട് ആ ഒരാളുടെ മുഖം കൂടി അവ്യക്തമായി മനസ്സിലേക്ക് വരുന്നത് പോലെ കാണിച്ചതുമാകാം. സിനിമയുടെ അവസാന ഭാഗങ്ങളിലോട്ട് എത്തുന്ന സമയത്ത് ഋതുവിന് ഓർമ്മകൾ തിരിച്ചു കിട്ടുന്നതായി കാണാം. സോ ഇങ്ങനെ ഋതുവിന് ഓർമ്മകൾ തിരിച്ചു കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ ഋതുവിന്റെ ഓർമ്മകൾ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് റോയ് ഋതുവിനെ ബാത്ത് ടബിൽ കൊണ്ട് മുക്കുന്നത്. സോ സിനിമയുടെ ഇടയ്ക്ക് വെച്ച് മീരയാണ് ആ പെയിന്റിങ്ങുകളെല്ലാം കൊണ്ടുപോയെന്ന കാര്യം ഋതു ഓർത്തെടുത്ത് പറയുന്ന സമയത്ത് റോയ് ഋതുവിനെ കുളിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോകുന്നതായി കാണിക്കുന്നുണ്ട്. സോ പിന്നീട് അവിടെ എന്ത് നടന്നുവെന്ന് നമ്മളെ അപ്പോൾ കാണിക്കുന്നില്ല. എന്നിരുന്നാലും അതിനുശേഷം വരുന്ന സീനിൽ ഋതു അവിടെ വന്നിരിക്കുമ്പോൾ പെട്ടെന്ന് ഡേവിഡ് കോഷിയും മറ്റു പോലീസുകാരനും അങ്ങോട്ടേക്ക് കയറി വരികയും ഋതു ഡേവിഡ് കോഷിയെ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ ഡേവിഡ് കോഷി ഞെട്ടുന്നത് കൂടാതെ ഡേവിഡ് കോഷി തിരിഞ്ഞതിന് ശേഷവും റോയ് ഞെട്ടുന്നതായി നമുക്ക് കാണാം. അറിയാം. സോ ഈ സീനിന്റെ സമയത്ത് റോയാണ് വില്ലനെന്ന് എടുത്ത് കാണിച്ചിട്ടൊന്നുമില്ല. ഇതിനുശേഷമാണ് ആ കാര്യങ്ങളിലേക്ക് കൂടുതൽ കടക്കുന്നത്. എന്നിരുന്നാൽ പോലും ഈ ഒരു ഷോട്ടിലൂടെ തന്നെ ഋതുവിന് ഓർമ്മകൾ തിരിച്ചു കിട്ടുമ്പോൾ റോയ്ക്ക് സന്തോഷമല്ല, പകരം അവിടെ ദേഷ്യമാണ് ഉണ്ടാകുന്നതെന്ന് കാണിച്ചിരുന്നു. ചിത്രത്തിന്റെ തുടക്കത്തിൽ റോയിയെ വളരെ പാവമായിട്ട് കാണിക്കുന്ന സീനുകളിലെല്ലാം തന്നെ റോയ് ആ കാറുകൾ ഉപയോഗിക്കുമ്പോൾ കാറിൽ മാതാവിന്റെയോ അല്ലെങ്കിൽ പുണ്യാളന്റെയോ എല്ലാ രൂപങ്ങളാണ് വെച്ചിരിക്കുന്നതെന്ന് കാണിക്കുന്നുണ്ട്. എന്നാൽ ചിത്രത്തിന്റെ അവസാനം റോയ് ആ ട്രക്ക് ഉപയോഗിക്കുമ്പോൾ ആ സമയത്ത് റോയ് ഇത്തരം പാവമല്ല, പകരം ക്രൂരനാണ് എന്ന് കാണിക്കാൻ പോകുമ്പോൾ അവിടെ ആ ട്രക്കിലായി മറ്റുള്ള കാറുകളിലെ പോലെ മാതാവോ പുണ്യാളനോ ഒന്നും തന്നെയല്ല, പകരം ഒരു വേട്ടനായയുടെ രൂപമാണ് വെച്ചിരിക്കുന്നതെന്ന് കാണാം. ക്ലൈമാക്സ് സീനുകളിൽ റോയും മീരയുമായിട്ടുള്ള ഫൈറ്റിന്റെ ഇടയ്ക്ക് ഋതു ആ ഗണ്ണ് എടുക്കുന്നതായും റോയ് പെട്ടെന്ന് എണീച്ച് ഗണ്ണ് തനിക്ക് തരാനായി കൈ നീട്ടുന്നതായും കാണിക്കുന്നുണ്ട്. സോ ആ സമയം റോയിയുടെ മുഖത്ത് നിന്നും റോയിയുടെ കൈയിലേക്ക് ഫോക്കസ് മാറുന്നതായിട്ടാണ് കാണിക്കുന്നത്. സോ ഇങ്ങനെ ആ കൈയിലേക്ക് ഫോക്കസ് മാറുന്നത് വെറുതെ കാണിക്കുകയല്ല, പകരം ആ കൈയിലായി ഋതു എന്നെഴുതിയിട്ടുള്ള മോതിരം കിടക്കുന്നതായി കാണാം. സോ ഋതുവിന്റെ നോട്ടം ആ കൈയിലേക്ക് പോകുന്ന സമയത്ത് തന്റെ പേരെഴുതിയിട്ടുള്ള മോതിരം റോയിയുടെ കയ്യിൽ കിടക്കുന്നത് കൊണ്ട് അയാൾ തന്റെ ഭർത്താവാണ്, അയാളെ സഹായിക്കാം എന്നൊരു തോന്നലിലേക്ക് പോകുന്നതിന് കൂടി വേണ്ടിയാണ് റോയ് ആ കൈ മുന്നിലേക്ക് നീട്ടുന്നതായും ആ കൈയിൽ ഫോക്കസ് ചെയ്ത് നമ്മളെയും ഋതു അതിലേക്ക് നോക്കുന്നതായും കാണിക്കുന്നത്. ചിത്രത്തിന്റെ ഏറ്റവും ഒടുവിൽ വരുന്ന സീനുകളിൽ ഡേവിഡ് കോഷി ഋതുവിന്റെ യഥാർത്ഥ പേര് എസ്തർ ഇമാനുവൽ ആണെന്ന് പറയുന്നുണ്ട്. ഈ എസ്തർ ഇമാനുവൽ എന്ന് പറയുന്നത് ഈ ചിത്രത്തിന് അടിസ്ഥാനമായിട്ടുള്ള റൂത്തിന്റെ ലോകം എന്ന പുസ്തകം എഴുതിയ ലാജോ ജോസിന്റെ മുന്നേ ഉള്ള 2 നോവലുകളിലെ ഒരു പ്രധാന കഥാപാത്രത്തിന്റെ പേരാണ്. സോ ആ ക്യാരക്ടറിന്റെ ഒരു റെഫറൻസ് ആയിട്ടാണ് ഇവിടെ ആ പേര് തന്നെ സെലക്ട് ചെയ്തത്. സോ ഇങ്ങനെ നോവലിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ വ്യത്യാസപ്പെടുത്തിയാണ് ചിത്രത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ചിത്രത്തിലില്ലാത്ത ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സോ ആ ഒരു വീഡിയോ ഒന്ന് ചെക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ അവസാനിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ കമന്റ് സെക്ഷനിൽ ഉൾപ്പെടുത്തുക. നിങ്ങൾക്ക് ഇതുപോലെ കണ്ടെത്താൻ സാധിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ കമന്റ് സെക്ഷനിൽ ഉൾപ്പെടുത്തുക. നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. അതുവരെ ബൈ.